നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി നിർണായകമായ പല പ്രഖ്യാപനങ്ങളും നടത്തിയിരുന്നു. അതിലൊന്നാണ് നേറ്റിവിറ്റി കാർഡ്. കേരളത്തിൽ പുതുതായി പ്രഖ്യാപിച്ച നേറ്റിവിറ്റി കാർഡ് പൗരത്വം അടക്കമുള്ള ആശങ്കകൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം അതിൽ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പൗരത്വം തെളിയിക്കാൻ കേരളത്തിലെ നേറ്റിവിറ്റി കാർഡ് അംഗീകൃത രേഖയായി പരിഗണിക്കുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് സംസ്ഥാനത്തുള്ള വ്യവസ്ഥകൾ തന്നെയാണോ കാർഡിന് ബാധകം? അതും ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. പൗരത്വ നിയമത്തിൽ ദേശീയ പൗര രജിസ്റ്റർ, അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ തിരിച്ചറിയൽ കാർഡ് എന്നിവയ്ക്ക് വ്യവസ്ഥയുണ്ട്. NRC വിവാദത്തിലായതിനാൽ രാജ്യവ്യാപകമായി ഇത് നടപ്പാക്കാനായിട്ടില്ല. അസമിൽ 2019 NRC തയ്യാറാക്കി. പക്ഷേ സംസ്ഥാനത്തെ 19 ലക്ഷം പേർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇതേക്കുറിച്ചുള്ള തർക്കം നിലവിൽ തുടരുന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്തിമ പട്ടിക പുറത്തുവിടാൻ സാധിച്ചിട്ടില്ല. ആധാർ നമ്പർ പൗരത്വത്തിന്റെ തെളിവായി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അത് തിരിച്ചറിയൽ രേഖയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇക്കാര്യം ആധാർ കാർഡിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ദേശീയ തിരിച്ചറിയൽ കാർഡ് എന്ന വ്യവസ്ഥ കേന്ദ്രത്തിലെ പൗരത്വ നിയമത്തിലുണ്ട്. അപ്പോൾ അതിന് പകരം എന്ന വിധം കേരളത്തിലെ നേറ്റിവിറ്റി കാർഡ്, അതിനൊരു സാധ്യതയുണ്ടോ? അതിനെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമോ? ചോദ്യങ്ങൾ പലതും ഉയരുന്നുണ്ട്. പൗരത്വത്തിന് ബാധകമാക്കുന്ന അതേ വ്യവസ്ഥകൾ നേറ്റിവിറ്റി കാർഡിനും ബാധകമാക്കുമെന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി നഷ്ടമാകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുമോ എന്നതും ഒരാശങ്ക. നേറ്റിവിറ്റി ആനുകൂല്യം സംബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ വ്യവസ്ഥകൾക്ക് പൊതുവായിട്ടുള്ളൊരു സ്വഭാവമില്ല. എന്നാൽ കേരളത്തിലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ലാൻഡ് റവന്യൂ മാനുവലുള്ള വ്യവസ്ഥ ഇപ്രകാരമാണ്. അതായത് ഒരാൾ ജന്മം കൊണ്ട് കേരളീയനാണ് എന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നേറ്റിവിറ്റി കാർഡ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ജനന സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി ഉപയോഗിക്കാമെന്നതിനാൽ ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമല്ലാത്ത ആളുകൾക്ക് മാത്രമേ സാധാരണഗതിയിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അനുവദിക്കേണ്ടതുള്ളൂ. കേരളത്തിൽ ജനിച്ചയാൾക്ക് മാത്രമല്ല നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അർഹതയുള്ളത്. കേരളത്തിന് പുറത്ത് ജനിച്ച വ്യക്തികൾക്കും ചുവടെ ചേർക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അനുവദിക്കാവുന്നതാണ്. 1. മാതാപിതാക്കൾ രണ്ടുപേരും കേരളത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിൽ. 2. മാതാപിതാക്കളിൽ ഒരാൾ കേരളത്തിൽ ജനിച്ചു വളർന്നയാളും ഒരാൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് ജനിച്ചു വളർന്നയാളാകുകയും വിവാഹശേഷം രണ്ടുപേരും കേരളത്തിൽ സ്ഥിര താമസമാക്കുകയും ചെയ്താൽ. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രവേശനം നേടുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നേറ്റിവിറ്റി യോഗ്യത സംബന്ധിച്ച് തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. തെലങ്കാനയിൽ 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിച്ചവരെ മാത്രമേ ലോക്കൽ വിദ്യാർത്ഥിയായി കണക്കാക്കൂ. ഈ വ്യവസ്ഥ ഏതാനും മാസം മുൻപാണ് സുപ്രീം കോടതി ശരിവെച്ചത്. കേരളത്തിന് പുറത്തു നിന്നുള്ളവരുടെ മക്കൾ കേരളത്തിൽ ജീവിക്കുന്നവരും കേരളത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളോട് ഇഴുകിച്ചേർന്നവരുമെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണെന്ന് ഏതാനും വർഷം മുൻപ് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയതാണ്. തമിഴ്നാട്ടിൽ ജനിച്ചയാൾ പഠിച്ചതും വളർന്നതും കേരളത്തിലെങ്കിൽ എവിടെ നിന്നാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകേണ്ടതെന്ന ചോദ്യം 2018 മദ്രാസ് ഹൈക്കോടതി മുൻപാകെ ഉയർന്നതാണ്. അത്തരം സാഹചര്യങ്ങളിൽ ജനനം എവിടെ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകാനാവില്ലെന്നും പഠിച്ചതും വളർന്നതും എവിടെ എന്നതാണ് പരിഗണിക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കിയ കാര്യം തന്നെയാണ്. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ നേറ്റിവിറ്റി കാർഡുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേറ്റിവിറ്റി കാർഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നേറ്റിവിറ്റി കാർഡിനെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ്. സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ ആശങ്കാജനകമാണ്. ഒരാൾ താൻ ഈ നാട്ടിൽ ജനിച്ചു ജീവിക്കുന്ന ആളാണോ സ്ഥിര താമസക്കാരനാണോ എന്ന് ആരുടെ മുന്നിലും അനായാസം തെളിയിക്കാൻ പ്രാപ്തനാകണം. ഒരാളും പുറന്തള്ളപ്പെടുന്ന അവസ്ഥ വരരുത്. അതിനായി ആധികാരികവും നിയമ പിൻബലമുള്ളതുമായ രേഖ ആ വ്യക്തിയുടെ കൈവശമുണ്ടാകണം. അത്തരമൊരു രേഖ കേരളത്തിൽ ആവിഷ്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിപ്പിച്ച സ്ഥിര നേറ്റിവിറ്റി കാർഡ് നൽകുന്നത് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ചു. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്ത് ഉപയോഗിക്കാവുന്നതും സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തക്ക വിധമുള്ള നിയമ പിൻബലത്തോടുകൂടിയ ആധികാരിക രേഖയായാണ് കാർഡ് നൽകുക. ഒരു സംസ്ഥാനത്ത് വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. എന്നാൽ അത് നിയമപ്രാബല്യമുള്ള രേഖയല്ല. നിലവിൽ ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്നു. അതായത് ഈ വിഷയം പരാതിയായി സർക്കാരിന് മുന്നിലുണ്ട് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. കാർഡ് വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും. നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുന്നതിനുള്ള നിയമത്തിന്റെ കരട് നിയമവകുപ്പുമായി കൂടി ആലോചിച്ച് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുവാൻ റവന്യൂ
റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി കാർഡിനെ ഉപയോഗപ്പെടുത്താനാകും. മാത്രമല്ല തഹസിൽദാർമാർക്കായിരിക്കും കാർഡിന്റെ വിതരണ ചുമതലയെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിക്കേണ്ടായാലും തത്വത്തിൽ ഇതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ നേറ്റിവിറ്റി കാർഡ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിഗത രേഖ നമുക്കുണ്ടാകുമെന്നത് അദ്ദേഹം പറയുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരത്തെ ഉന്നയിച്ചതുപോലുള്ള ചില സംശയങ്ങൾ ഉയരുന്നത്. അതായത് കേരളത്തിൽ പുതുതായി പ്രഖ്യാപിച്ച നേറ്റിവിറ്റി കാർഡ് പൗരത്വം അടക്കമുള്ള ആശങ്കകൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. പക്ഷേ കൂടുതൽ വ്യക്തതകൾ ഇനിയും വരേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഉയരുന്നുണ്ട്. പൗരത്വം തെളിയിക്കാൻ കേരളത്തിലെ നേറ്റിവിറ്റി കാർഡ് അംഗീകൃത രേഖയായി പരിഗണിക്കാമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. നിലവിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് സംസ്ഥാനത്തുള്ള വ്യവസ്ഥകൾ തന്നെയാണോ കാർഡിനും ബാധകമാകുക എന്ന മറുചോദ്യവും കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല ഈ പൗരത്വ നിയമത്തിൽ ദേശീയ പൗര രജിസ്റ്റർ, അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ തിരിച്ചറിയൽ കാർഡ് എന്നിവയ്ക്ക് വ്യവസ്ഥയുണ്ട്. NRC വിവാദത്തിലായതിനാൽ രാജ്യവ്യാപകമായി നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം വലിയ രീതിയിലുള്ള വിവാദം അതിന്മേൽ നടക്കുകയാണ്. അപ്പോൾ ഈ നേറ്റിവിറ്റി കാർഡ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് എങ്ങനെയാണ് പ്രാബല്യത്തിൽ വരിക? അതിന് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിന് കേന്ദ്രം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാൻ നേറ്റിവിറ്റി കാർഡിന്മേൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.